ജോസ് കെ മാണി UDF-ലേക്കോ? മാണി പുതിയിടം കത്തോലിക്ക സഭയുടെ വക്താവ് ചമയുന്നുവോ? കേരള കോൺഗ്രസ് മാണി വിഭാഗം UDF-ലേക്ക് മടങ്ങിച്ചെല്ലണമെന്നാവശ്യപ്പെട്ടുള്ള പ്രസ്താവനകളും ചർച്ചകളും പല കോണുകളിൽ നിന്നും ഉയർന്നു കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി. എന്നാൽ ഇതൊന്നും കേരള കോൺഗ്രസിനോടോ ജോസ് കെ മാണിയോടോ ഉള്ള സ്നേഹം കൊണ്ടല്ല എന്ന് അരി ആഹാരം കഴിക്കുന്ന ആർക്കും തിരിച്ചറിയാൻ സാധിക്കും. രണ്ടാം പിണറായി ഭരണത്തിന് ശേഷം അധികാരത്തിലെത്താമെന്നുള്ള അമിത ആത്മവിശ്വാസത്തിലായിരുന്ന കോൺഗ്രസിന് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കാര്യങ്ങൾ അത്രയ്ക്ക് പന്തിയല്ല എന്ന തിരിച്ചറിവുണ്ടായിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന സൂചന. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി മാറി എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. ജോസ് കെ മാണിയെയും കൂട്ടരെയും പുറത്താക്കി ഭരണം പിടിക്കാമെന്നും മധ്യ തിരുവിതാംകൂറിൽ തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാമെന്നും കണക്ക് കൂട്ടിയ കോൺഗ്രസിന്റെ മർമ്മത്തേറ്റ അടിയായിരുന്നു പിണറായി വിജയന്റെ തുടർ ഭരണം. അതിന് കാരണമായതോ കേരള കോൺഗ്രസ് എമ്മിന്റെ ഇടതുമുന്നണി പ്രവേശം. UDF മുന്നണിയിൽ നിന്നും കേരള കോൺഗ്രസ് എമ്മിനെ പുറത്താക്കിയാൽ അവർക്ക് മറ്റൊരു മുന്നണിയിലും പ്രവേശനം ലഭിക്കില്ലെന്നും കാല് പിടിച്ച് തങ്ങളുടെ കീഴിൽ കിടക്കുമെന്നും കരുതിയിരുന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണക്ക് കൂട്ടലുകൾ പാടെ തെറ്റിച്ച തീരുമാനമായിരുന്നു അത്. കേരള കോൺഗ്രസിന്റെ യഥാർത്ഥ ശക്തിയെക്കുറിച്ച് വ്യക്തമായ പഠനങ്ങൾ നടത്തി ധാരണയുണ്ടാക്കിയിരുന്ന LDF രണ്ടാമതൊന്നും ചിന്തിക്കാതെ മാണി വിഭാഗത്തെ ഇരു കൈയും നീട്ടി ഇടതുമുന്നണിയിലേക്ക് സ്വാഗതം ചെയ്യുകയായിരുന്നു. ഇതിനു മുൻപ് ഒരിക്കൽ പോലും LDF ജയിക്കാത്ത പല മണ്ഡലങ്ങളും LDF പിടിച്ചെടുക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമുക്ക് കാണുവാൻ സാധിച്ചത്. എന്നാൽ തങ്ങൾ കാണിച്ച മണ്ടത്തരത്തെക്കുറിച്ചും തങ്ങൾക്കുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ചും തിരിച്ചറിഞ്ഞ കോൺഗ്രസ് ഏതുവിധേനയും ജോസ് കെ മാണിയെയും കൂട്ടരെയും UDF-ൽ എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ന്യൂസ് 18 പോലുള്ള ചാനലുകൾ മാസങ്ങളായി ജോസ് വിഭാഗം UDF-ലേക്ക് എന്ന രീതിയിൽ പ്രചാരണം നടത്തുകയും ഉമ്മൻചാണ്ടി കത്തോലിക്കനായിരുന്നെങ്കിൽ വിശുദ്ധനാക്കുമായിരുന്നുവെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച കോൺഗ്രസ് അനുഭാവിയായ മാണി പുതിയിടത്ത് അച്ഛനെയും ഒരുപറ്റം മാണി വിരോധികളെയും കളത്തിയിറക്കി ജോസിനെയും പാർട്ടിയെയും പരമാവധി സമൂഹ മധ്യത്തിൽ താറടിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നു വരുന്നത്. വെടക്കാക്കി തനിക്കാക്കുക എന്ന നാടൻ പ്രയോഗം. അധികാരമോഹിയായ ജോസ് കെ മാണി മുന്നണി വിട്ട് LDF-ൽ ചേക്കേറിയതാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ഇവർ ജോസ് കെ മാണിയെ UDF-ൽ നിന്ന് പുറത്താക്കിയതാണ് എന്ന് സമ്മതിക്കാൻ തയ്യാറാകുന്നില്ല. ദീപിക പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ അച്ചടിച്ചു വന്ന വാർത്ത പോലും മാണിയച്ചൻ കണ്ട മട്ടില്ല. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ജോസഫ് ഗ്രൂപ്പിന് പ്രസിഡന്റ് സ്ഥാനം കൊടുത്തില്ല. അതിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കി ജോസും കൂട്ടരും UDF വിട്ടു എന്ന വാദം ഉയർത്തിയാണ് കോൺഗ്രസുകാർ ജോസ് കെ മാണിയെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ അന്നത്തെ കേരള കോൺഗ്രസിന്റെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന EJ അഗസ്തി ലെറ്റർ പാഡിൽ എഴുതിയ എഗ്രിമെന്റിൽ വ്യക്തമായി പറയുന്നു, കേരള കോൺഗ്രസിന് പ്രസിഡന്റായി ലഭിച്ച കാലയളവിൽ അവസാനത്തെ ഒരു വർഷം സെബാസ്റ്റ്യൻ കുളത്തിങ്കലിനായിരിക്കും പ്രസിഡന്റ് സ്ഥാനമെന്ന്. അതിനുള്ള തെളിവായി EJ അഗസ്തി സർ ഒപ്പിട്ട എഗ്രിമെന്റിന്റെ കോപ്പി ഞങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. സത്യാവസ്ഥ ഇതായിരിക്കെ കേവലം ഗാന്ധി കുടുംബത്തോടുള്ള ഭക്തിമൂത്ത മാണിയച്ചനെ പോലെയുള്ള ആളുകൾ ജോസ് കെ മാണിയെ ചീത്ത വിളിക്കുകയും പൊതുജന മധ്യത്തിൽ അപഹാസ്യനാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ആർക്കും ഭൂഷണമല്ല എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇടതായാലും വലതായാലും നല്ലത് ചെയ്താൽ നല്ലത് എന്ന് പറയണം. അല്ലാതെ വലതു ചെയ്യുന്നതെല്ലാം നല്ലതും ഇടത് ചെയ്യുന്നതെല്ലാം ചീത്ത എന്ന പ്രചാരണം ആർക്കും ഭൂഷണമല്ല.